ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ ബിസിആർ. മക്കളെ, നമ്മള് USS എക്സാം ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ടല്ലേ. ഈ USS എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും. USS എക്സാമിലെ കണക്ക് അത്യാവശ്യം പ്രശ്നമാണ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഇത്തവണ നമ്മുടെ സിലബസ് ഒക്കെ ചേഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം നമ്മുടെ USS പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടും. കാണുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമന്റ്സിൽ ഇടാം. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ? എന്താ പറ. 2^22, 2^22, 2^22, 2^22 അല്ലെ? ഇവര് പറയുന്നത് ഈ 4 2^22 കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. സെയിം നമ്പർ ഓഫ് സാധനമാണ് വരുന്നത്. നോക്ക്, ഇവിടെ എല്ലാ നമ്പറും സെയിം ആണ് അല്ലെ. 2^22, 222 സെയിം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയണത് സെയിം നമ്പർ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. നടുക്ക് ചിഹ്നം പ്ലസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം? ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആ സെയിം നമ്പർ, ഏതാ സെയിം നമ്പർ? 2^22 അല്ലേ? ആ 2^22 എഴുതിയതിനു ശേഷം എത്ര 2^22 ഉണ്ട് നോക്ക്. 1, 2, 3, 4. 4 എണ്ണല്ലേ ഉള്ളത്. അപ്പൊ 4 കൊണ്ട് ഗുണിച്ചാ മതി. അപ്പൊ 5 എണ്ണാണെങ്കിലോ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 എണ്ണാണെങ്കിലോ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 4 എണ്ണം ഉള്ളത് കൊണ്ട് 4 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ഇത് ഓപ്ഷനിൽ കാണൂല. കാരണം ഇതല്ല, ഒന്നും കൂടെ ചെയ്യാനുണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല്, ഈ 4ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2² എഴുതാം അല്ലെ. 4ന് പകരം എങ്ങനെ എഴുതാം? 2² എഴുതാം. അപ്പൊ 2² എഴുതിക്ക്. 2^22 × 2². റെഡി ആണോ? റെഡിയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോട്ടോ, ഇവിടെ ഗുണിക്കാനല്ലേ നടുക്ക്. അവിടെ ഗുണിക്കാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഈ സെയിം നമ്പർ, സെയിം ആയ താഴത്ത് 2, ആ 2 തന്നെ എഴുതുക. ശേഷം ഈ 22ഉം ഈ 2ഉം കൂടെ എന്ത് ചെയ്യാ, കൂട്ടുക. അപ്പൊ 22 2 കൂട്ടിക്കേ 24. നമ്മുടെ ഉത്തരം 2^24. ഒരേ പൊളി ആൻസർ സെറ്റ്. റെഡിയാണോ? ഇത്ര പണിയുള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് പറഞ്ഞുതരാം. സെയിം നമ്പർ ഏതാ? 2^22. അത് എഴുതുന്നു. ഇവിടെ നടുക്ക് പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എണ്ണ എടുക്കാം. 4 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? 4 എണ്ണം. അപ്പൊ 4 കൊണ്ട് ഗുണിക്കാം. റെഡി ആണല്ലോ? 5 എണ്ണമാണെങ്കിൽ 5 എണ്ണം കൊണ്ട് ഗുണിക്കാം. ഈ 4ന് പകരം നമുക്ക് എന്ത് ചെയ്താം? 2² എഴുതാം അല്ലെ. അപ്പൊ 2² എഴുതി. സെയിം സാധനം ഇൻറ്റു വന്നാൽ, നടുക്ക് ഇൻറ്റു വന്നാൽ ആ സെയിം ആയ നമ്പർ എഴുതിയതിനു ശേഷം മുകളിലുള്ള നമ്പർ കൂട്ടിയേക്കാം. സെറ്റ് ആണല്ലോ? ഒരു ചോദ്യം കൂടെ ചെയ്താൽ നിങ്ങൾ വേറെ ലെവലാവും. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിന്റെ വില എന്തെന്നാ ക്വസ്റ്റ്യൻ ഒക്കെ. ക്വസ്റ്റ്യൻ നിങ്ങൾ വലിയ സീനാക്കൊന്നും വേണ്ട. എന്നിന്റെ വില എന്ത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരം എന്താ നോക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ കാണാം? സെയിം നമ്പർ ആണോ നോക്കുക. എല്ലാം നടുക്ക് പ്ലസ് ആണ് കേട്ടോ. നടുക്ക് പ്ലസ് ആണ്. സെയിം നമ്പർ ആണ്. 5^10, 5^10, 5^10, 5^10 ഒക്കെ 5^10. അപ്പൊ 5^10 എണ്ണ തറണ്ട് നോക്കിയാ 1, 2, 3, 4, 5. അപ്പൊ 5 കൊണ്ട് ഗുണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എണ്ണം കൊണ്ട് ഗുണിക്കാം. നമ്പർ ഓഫ്, അത്രേ ഉള്ളൂ കേട്ടോ. 5 വെറുതെ എഴുതിയ മുകളിൽ ആരുണ്ടാവും അറിയോ? ഒരു 1 ഉണ്ടാവും കേട്ടോ. 2 വെറുതെ എഴുതിയ മുകളിൽ ഒരു 1 ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, സെയിം ആയ 5 നടുക്ക് ഏതാ ചിഹ്നം വന്ന നോക്ക്, ഇൻറ്റു വന്നു. അപ്പൊ സെയിം 5കൾ വന്നിട്ടുണ്ടെങ്കിൽ ആ സെയിം 5 എഴുതുക. ഈ 10ഉം ഈ 1ഉം കൂടെ കൂട്ടുക. 10ഉം 1ഉം കൂട്ടി എത്രയാ? 10 + 1. മുകളിൽ തന്നെ കൂട്ടണേ, 11. നമ്മുടെ തരം 5^11 ആണ്. അപ്പൊ എന്നിന്റെ വില എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ n എന്ന് പറഞ്ഞ ഇവിടുത്തെ മുകളിലത്തെ സാധനല്ലേ, അവിടുത്തെ മുകളിലത്തെ നമ്പർ. അപ്പൊ n = 11. നമ്മുടെ തരം ഒരേ പൊളി ആൻസർ 11. സെറ്റ് ആണോ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസിന്റെ ഫീഡ്ബാക്കിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ ഇടുക വേണം. നിങ്ങൾ അഭിപ്രായങ്ങൾ ഇടണം. അതിന്റെ ഈ ആൻസർ കൊടുക്കുക. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചു കേട്ടിരിക്കണേ. 3^100 + 3^100 + 3^100. ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫീഡ്ബാക്കിന്റെ കൂടെ ആൻസർ എന്ത് ചെയ്യുക? ഇടുക.
അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇല്ലാണ്ട് എനിക്ക് അതൊന്നും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് നല്ല അടിപൊളിയായിട്ട് ഇടുക. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നീ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ദിവസങ്ങൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് ഇനി എന്ത് ചെയ്യാം, നമുക്ക് USSലെ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം USS എക്സാം ഇങ്ങനെ അടുത്ത് വരാറായിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.